നമസ്കാരം. അപകട വാർത്തകൾ എപ്പോഴും നമ്മെ നടുക്കാറുണ്ടല്ലേ? കാരണം ഒന്നും അറിയാതെ സഞ്ചരിക്കുന്നവരായിരിക്കും അപകടത്തിൽ പെട്ടുപോകുന്നത്. ഒരിക്കലും ഒരിക്കലും ഇത്തരത്തിലുള്ള മരണങ്ങൾ ഉണ്ടാകരുത് എന്നാണ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളതല്ലേ? എന്തായാലും കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നഗരമധ്യത്തിൽ KSRTC ഓർഡിനറി ബസ് ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. അതിദാരുണമായാണ് ബൈക്ക് യാത്രക്കാരന്റെ മരണം സംഭവിച്ചത്. മേവറം സെയ്തലി മൻസിലിൽ എസ് ജംനാന്റെ മകൻ എസ് സെയ്തലി എന്ന 22 വയസ്സുകാരനാണ് മരിച്ചത്. ബുധനാഴ്ച വൈകിട്ട് 3:20 ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിനും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനും ഇടയിലാണ് അപകടമുണ്ടായത്. ചിന്നക്കടയിലെ മൊബൈൽ ഷോപ്പിലെ ജീവനക്കാരനായ സെയ്ദലി സഞ്ചരിച്ച ബൈക്കിൽ KSRTC ബസ് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്കുമായി ബസ്സിനടിയിൽ കുടുങ്ങിപ്പോയ സെയ്ദലിയെയും വലിച്ചിഴച്ച് 10 മീറ്ററോളം ബസ് മുന്നോട്ട് നീണ്ടു. കണ്ടുനിന്നവർ ബഹളം വെച്ചതോടുകൂടി ബസ് നിർത്തിയത്. അപകടം വരുത്തിയ ബസ്സിലെ ഡ്രൈവർ സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു. ബസ്സിനടിയിൽ രക്തത്തിൽ കുളിച്ചു കിടന്ന സെയ്ദലിയെ ഓടിക്കൂടിയ തെരുവ് കച്ചവടക്കാരും നാട്ടുകാരും ചേർന്ന് ഏറെ പ്രയാസപ്പെട്ടാണ് പുറത്തേക്ക് എടുത്തത്. വയറിനും കാലുകൾക്കും ഗുരുതരമായ പരിക്കേറ്റ സെയ്ദലിയെ ആദ്യം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും സ്ഥിതി ഗുരുതരമായതോടുകൂടി മേവറ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ എത്തിച്ചപ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. കരുനാഗപ്പള്ളി ഡിപ്പോയിലെ ബസ്സാണ് ബൈക്കിലിടിച്ചത്. ബസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബസ് ഡ്രൈവർ ഷാജഹാനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കൃത്യത്തിന് ഈസ്റ്റ് പോലീസ് കേസെടുത്തു. സെയ്ദലിയുടെ അമ്മ BV ജാൻ, സഹോദരൻ അക്ബർ ഷാ. അതേസമയം ബാംഗ്ലൂരിലും സമാനമായ രീതിയിൽ ഒരു അപകടം ഉണ്ടാകുന്നു. ബാംഗ്ലൂരിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിഞ്ഞതിന് പിന്നാലെ ലോറി ഇടിച്ച് മലയാളി യുവതിക്ക് ദാരുണാന്ത്യം. കോഴിക്കോട് ബാലുശ്ശേരി അറപ്പിക്കട ഖാദി റോഡ് കൊടക്കാട്ട് വീട്ടിൽ റിട്ടയർഡ് അധ്യാപകൻ പൃഥ്വിരാജ് മുടക്കല്ലൂരിന്റെ മകൾ മേധ പൃഥ്വിരാജ് എന്ന 30 വയസ്സുകാരിയാണ് മരിച്ചത്. ബാംഗ്ലൂരു ഇലക്ട്രോണിക് സിറ്റിയിൽ വെച്ചായിരുന്നു അപകടം സംഭവിച്ചത്. മേധ ബാംഗ്ലൂരിലെ എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് ഓഫീസിലെ ജീവനക്കാരിയായിരുന്നു. ഇന്നലെ രാവിലെ 9 മണിയോടെ പതിവ് പോലെ ജോലിക്ക് പോകുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. യാത്രക്കിടയിൽ മേധ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന്റെ നിയന്ത്രണം പെട്ടെന്ന് നഷ്ടപ്പെടുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. മേധ റോഡിലേക്ക് വീണ തൊട്ടു പിന്നാലെ അതേ ദിശയിൽ വന്ന ലോറി യുവതിയുടെ ദേഹത്തിലൂടെ കയറിയിറങ്ങുകയായിരുന്നു. കനത്ത ആഘാതത്തെ തുടർന്ന് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മേധ മരണപ്പെടുകയായിരുന്നു. അപകടത്തെ തുടർന്ന് പ്രദേശത്ത് ചെറിയ രീതിയിൽ ഗതാഗത തടസ്സവും അനുഭവപ്പെട്ടു. അപകടത്തിന് പിന്നാലെ സ്ഥലത്തെത്തിയ ഇലക്ട്രോണിക് സിറ്റി പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. അവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തു. തുടർന്ന് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി. മേധയുടെ സംസ്കാരം നാളെ രാവിലെ 10 മണിക്ക് ബാലുശ്ശേരിയിൽ കൊടകാട്ടുള്ള വീട്ടുവളപ്പിൽ വെച്ച് നടക്കും. ബാംഗ്ലൂരിൽ IT ജീവനക്കാരനായ SL ആകർഷാണ് മേധയുടെ ഭർത്താവ്. സംഭവത്തിൽ ഇലക്ട്രോണിക് സിറ്റി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചു.